പ്രൈസ് ദ ഗോഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും വേദം വരുന്നവനും നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവപുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ദിവസവും എല്ലാ ഞായറാഴ്ചകളിലും നാം കടന്നു വരുന്നു, ദൈവവചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കടന്നു പോകുന്നു. അതിനെക്കുറിച്ച് സുന്ദരൻ സാറ് മനോഹരമായി ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പ്രാരംഭ സന്ദേശം നൽകുകയുണ്ടായി. പലപ്പോഴും ചിന്തിക്കാനിടയായിട്ടുണ്ട്, എന്തിന് ഇങ്ങനെ ഈ ആവർത്തിച്ച് കേൾക്കുന്നു? ആവർത്തന വിരസത എന്നൊന്നില്ലേ എന്നെല്ലാം ചോദിക്കാറുണ്ട്. ഇത് ആവർത്തിച്ച് കേൾക്കുന്നത് ജീവിതത്തിൽ ഒരാവശ്യമായ ഒരു കാര്യമാണ്, ഏറ്റവും ആവശ്യമാണ്. ഇത് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഈ വിശ്വാസത്തിൽ ഉറച്ചു പോകാൻ ഈ ആവർത്തിച്ച് കേൾക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അങ്ങനെ പല പ്രാവശ്യം കേട്ട് ഇത് ഹൃദയത്തിൽ സ്ഥിരത ആയിത്തീരും. ഹൃദയത്തിൽ ഇത് നിറഞ്ഞു നിൽക്കാൻ പലപ്പോഴും കേൾക്കേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ട് കേട്ടതൊന്നും അങ്ങ് നിറഞ്ഞു നിൽക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം കേൾക്കുന്നതൊന്നും ശ്രദ്ധയോടെയല്ല, അലസതയോടെ, ഉദാസീനതയോടെ കേൾക്കുന്നു. ഉദാസീനതയോടെ ദൈവം മുൻപാകെ ആയിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് വചനം പറയും. അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കാൻ ഉദാസീനതയോടെയല്ല, ഉത്സാഹത്തോടെ ആയിരിക്കണം. അങ്ങനെ ഉത്സാഹത്തോടെ ആയിരിക്കുന്നവർ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വ്യക്തിപരമായി ദൈവമുൻപാകെ എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് സംസാരിക്കണമേ, എന്നെ നിറയ്ക്കണമേ. എല്ലാവരെയും നിറയ്ക്കാനല്ല, എന്നെ. ഇവിടെ ഞാൻ കടന്നു വന്നിരിക്കുന്നത് എനിക്ക് നിറയാൻ വേണ്ടിയിട്ടാണ്. ആത്മീകമായ ഒരു നിറവ് എന്നിലുണ്ടാകും. ആ ആത്മീകമായ നിറവ് എന്നിലുണ്ടായാൽ ആ നിറവിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ദൈവം ന്യായപ്രമാണം നൽകി. എന്തിനു വേണ്ടിയിട്ട്? ഈ ന്യായപ്രമാണം ദൈവം നൽകിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, അനുസരിച്ച് ആചരിച്ച് ദൈവമഹത്വത്തിനായി ജീവിക്കേണ്ടതിന് വേണ്ടി. ദൈവജനം അനുസരിക്കേണ്ടതിനും ദൈവജനം ആചരിക്കേണ്ടതിനും ദൈവജനം അനുസരിച്ച് ആചരിച്ച് കീഴടങ്ങിയിരിക്കണം. ഈ ദൈവ ന്യായപ്രമാണത്തിന് കീഴടങ്ങി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ. അപ്പോൾ അനുസരിച്ച് ആചരിച്ച് കീഴടങ്ങിയിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒക്കുകയുള്ളൂ. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായി ദൈവം തൻ്റെ ജനത്തിന് ന്യായപ്രമാണം കൊടുത്തു. പക്ഷെ തൻ്റെ ജനം അത് ധിക്കരിച്ച് നിരാകരിച്ചുകൊണ്ട് അവരുടെ വഴിയെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനർത്ഥങ്ങളെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഈ അടുത്ത ദിവസം വീഡിയോയിൽ കൂടി, അതായത് മൊബൈൽ ഫോണിൽ കൂടി എൻ്റെ മകൻ അത് വെച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു. കുറേ ഭാഗം ഇസ്രായേൽ ജനത ഒരു കാലത്ത് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് വിലപിച്ച് അവൻ്റെ രക്തം ആവശ്യപ്പെട്ട ജനത പിൽക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളെക്കൂടെ ഒരു ചരിത്രമാണ് അപ്പോൾ ആ ഇതിൽ കൂടി പറയുന്നത്. ഓരോരോ രാജാക്കന്മാരും ഭരണാധികാരികളും ഏകാധിപതികളുമെല്ലാം ഇസ്രായേൽ ജനതയെ ഗ്യാസ് ചേമ്പറിലിട്ട് അടച്ചു കൊന്നതും അതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ആകപ്പാടെ ഒരു ഭീതി തോന്നി മനസ്സിന്. ദൈവം മുൻപാകെ ദൈവത്തോട് മത്സരിച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിനെതിരെ കണ്ണടച്ചെങ്കിൽ നാം എല്ലാവരും എവിടെയാണ്? അബ്രഹാമ്യ സന്തതികളിൽ യാക്കോബിൻ്റെ മക്കളുടെ യാക്കോബിന് സൂത്രശാലി എന്ന പേരിന് ഉടയമനായവനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന ഇസ്രായേൽ എന്ന പേര് മാറ്റിക്കൊടുത്ത് അതിൽ നിന്നും ഒരു ഗോത്രത്തെ ഉരുവാക്കി ആ ഗോത്രത്തെ ദൈവം സ്നേഹിച്ച് വഴി നടത്തി കൊണ്ടു നടന്നു എങ്കിൽ ദൈവത്തെ അവർ വിട്ടപ്പോൾ, ദൈവകൽപ്പനകളെ അവർക്ക് വ്യർത്ഥമാക്കി മാറ്റിയപ്പോൾ, അവരെ ദൈവം കൈവിട്ടപ്പോൾ ഉണ്ടായ ആ ബുദ്ധിമുട്ടുകൾ, ആ പ്രയാസങ്ങൾ, ഇതോ എത്ര ഭീകരമായിരുന്നു. അങ്ങനെ സ്വന്തം ജനത്തോട് കരുണ കാണിക്കാൻ ദൈവം മടി കാണിച്ചപ്പോൾ
നമ്മോട് എത്രയധികം. നാം എവിടെയായിരിക്കുന്നു, നാം ആരായിരിക്കുന്നു? പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ മൂക്കിലെ ശ്വാസം നിന്നുപോയാൽ പിന്നെ നാം ഒന്നുമല്ല. ഈ ശ്വാസം നിൽക്കുന്നതിന് മുൻപ് ദൈവത്തിന് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും? എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങേക്കായി ചെയ്തത് ഇപ്പോൾ ഓർക്കണമേ. അങ്ങനെ പറഞ്ഞ ഒരാളെക്കുറിച്ച് വചനം പറയും. അയാളുടെ പേര് ഹിസ്കിയാവ് രാജാവ് എന്നാണ്. അയാൾ രോഗം ബാധിച്ചു, കിടക്കയിലായി. ഈ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയില്ല എന്ന് പ്രവാചകൻ ചെന്ന് ഹിസ്കിയാവിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഹിസ്കിയാവ് ചുമരിന് നേരെ മുഖം തിരിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങയുടെ മുമ്പാകെ ഏകാഗ്ര ഹൃദയത്തോടും പരിപൂർണ വിശ്വസ്തയോടും കൂടെ നിഷ്കളങ്കനായി നിനക്ക് പ്രയോജനപ്രദമായത്, നിനക്ക് പ്രിയമായത് ചെയ്തു ഇരിക്കുന്നു എന്ന് ഈ സമയത്ത് ഇപ്പോൾ എപ്പോൾ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊള്ളുക, നിനക്കിനി ജീവിതമില്ല, നീ ഇവിടെ തന്നെ മരിച്ചു പോകും എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഹിസ്കിയ പറഞ്ഞു, ഇപ്പോൾ ഓർക്കണം, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് നീ ഇപ്പോൾ ഓർക്കണം. നമുക്ക് പറയാൻ കഴിയൂ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ദൈവത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ടായിരുന്നു. ആ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം പെറ്റു പെരുകി ലോകം നിറയുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ലോകം നിറയാൻ തുടങ്ങുമ്പോൾ, മനുഷ്യൻ പെറ്റുപെരുകാൻ തുടങ്ങുമ്പോൾ ഏദൻ തോട്ടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ലോകം മുഴുവൻ ഏദൻ തോട്ടം ആകേണ്ടതായിരുന്നു. പക്ഷെ അവിടെ അനുസരണക്കേട് എന്ന ഒരു ക്രിയ ചെയ്തതുകൊണ്ട്, അനുസരണക്കേട് സംഭവിച്ചു പോയതുകൊണ്ട് ശാപഗ്രസ്തരായി അനുഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടു. പുറത്തേക്ക് തള്ളപ്പെട്ടവൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആ ദയനീയമായ അവസ്ഥയിൽ നിന്ന് കരകയറാൻ ഇതുവരെയും മനുഷ്യലോകത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അവൻ്റെ 10ാം തലമുറക്കാരനായ നോഹയ്ക്ക് വീണ്ടും ദൈവകൃപ ലഭിച്ചു. അതിനു മുൻപ് പറയുന്നു, ദൈവം വളരെ വ്യക്തമായി പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, അവിടെ ദൈവം സകലവും നശിപ്പിച്ചു കളയുവാൻ തീരുമാനിച്ചു. മനുഷ്യനെ ഉണ്ടാക്കിയത് മൂലം ദൈവം അനുതപിച്ചു, ദുഃഖിച്ചു. ഈ മനുഷ്യനെ സൃഷ്ടിക്കരുതായിരുന്നു എന്ന് ദൈവത്തിന് തോന്നി. നമ്മെക്കുറിച്ച് ദൈവം എന്ത് തോന്നുന്നു? നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. നാം എല്ലാവരും മാനസാന്തരപ്പെട്ടവരാണ്. നാം എല്ലാവരും സുവിശേഷം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇനി ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്ത് അങ്ങനെ മാനസാന്തരപ്പെട്ട് അതിനുശേഷം സ്നാനപ്പെട്ട് സ്നാനാനന്തരം രക്ഷിക്കപ്പെട്ടവരാണ് നാം. സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാണ്. ഈ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട നാം ഇപ്പോഴെവിടെ നിൽക്കുന്നു? നമ്മുടെ കാലുകൾ എവിടെയാണ്? നമ്മളുടെ പാദങ്ങൾ നാം എവിടെ വെച്ചിരിക്കുന്നു? നാം ദൈവം മുൻപാകെ നിൽക്കുന്നു, അതോ ലോകം മുൻപാകെ നിൽക്കുന്നു? നാം ലോകം മുൻപാകെ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ പോകുന്നത്? ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൂരാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നീടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വാരിത്തൂണു വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, മാണിക്യം എത്ര അർത്ഥസുന്ദരമായ മനോഹരമായ ഒരു പാട്ടിൻ്റെ ഈരടികളാണ് നാം ഇപ്പോൾ പാടിയത്. യെരൂശലേം പുത്രിമാരായ ലോകസ്നേഹം. ഈ യെരൂശലേം പുത്രിമാരാകുന്ന ലോകസ്നേഹത്തിൻ്റെ പുറകെ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവിനെ വിട്ടിട്ട് ഞാൻ പോവുകയില്ല എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ
നമുക്കത് തർപ്പിച്ച് പാടാൻ പറ്റുമോ? പല പാട്ടുകളും പാടുമ്പോൾ നാം ചിലപ്പോഴൊക്കെ ചിലരൊക്കെ വിഴുങ്ങാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ചില പാട്ടുകളിൽ കൂടി ജീവിതത്തിലേക്കുള്ള തെറ്റുകളുടെ ചില വഴികളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ഒന്ന് നിൽക്കും പേടിച്ചിട്ട്. അയ്യോ, ഈ തെറ്റ് എന്നിലുണ്ടല്ലോ, തിരുത്തണം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ശ്രദ്ധയോടുകൂടി ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ വായിക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി ആയിരുന്നാൽ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനിടയാണ്. ഇല്ല എങ്കിൽ പേര് മാത്രമേ ഉള്ളൂ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ അറിയുന്നില്ല. ദൈവം അറിയണമെങ്കിൽ ദൈവത്തിൻ്റെതായ കൃപകളുടേതായ വഴികളിൽ, ആ കൃപ ലഭിക്കേണ്ടതിനായ വഴികളിൽ കൂടി നടക്കണം. ഇഷ്ടം പോലെ നടന്നതുകൊണ്ട് പ്രയോജനപ്പെടുകയില്ല. നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. എന്തുകൊണ്ട്? നോഹ തൻ്റെ ജീവിതത്തിൽ നീതിമാനായിരുന്നു, വിശുദ്ധനായിരുന്നു. ആ വിശുദ്ധിയുടെ പാരമ്പര്യത്തിൽ നോഹയ്ക്ക് ദൈവകൃപ ലഭിക്കുവാനിടയായി. അത് കാരണം ലോകത്തെ മുഴുവൻ, താൻ ഉണ്ടാക്കിയ മനുഷ്യനെയും മൃഗങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാറ്റിനെയും നശിപ്പിച്ച് കളയുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. ആ ദൈവകൃപ ലഭിച്ചതിൻ്റെ കാരണത്താൽ ഇന്ന് മനുഷ്യവർഗം ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ അന്നത്തെ കൊണ്ട് തീരേണ്ടതായിരുന്നു. ഈ മനുഷ്യവർഗത്തിൽപ്പെട്ട നോഹ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അബ്രഹാം അതിൻ്റെ പിറകെ വന്നു. അബ്രഹാം വന്നപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. എന്തുകൊണ്ട് സ്നേഹിതനായി? താൻ ദൈവം പറഞ്ഞത് വിശ്വസിച്ചു, അനുസരിച്ചു. ദൈവം പറയുന്നത് വിശ്വസിക്കാനും അനുസരിക്കാനുമാണ് ഇന്നും എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഈ വചനത്തോട് പലർക്കും കൂറില്ല, ദൈവവചനത്തോട് കൂറില്ല, മതിപ്പില്ല, അതിനൊരു വില കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനെ അവഗണിക്കുവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് യെരൂശലേം പുത്രിമാരായ ചിലർ നമ്മെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും. ആ കൂറിൻ്റെ പുറകെ പോകും. അതല്ല ആവശ്യം. ദൈവകൃപ ലഭിക്കേണ്ടിയിരിക്കുന്നു. അബ്രഹാം അനുസരിച്ചു. അബ്രഹാം ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം പുറപ്പെട്ടു. ഏതാ ദേശം പറഞ്ഞിട്ടില്ല. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക. അബ്രഹാം പുറപ്പെട്ടു പോയി. അത് കഴിഞ്ഞു ദേശത്ത് ചെന്നു. തനിക്ക് സന്തതിയില്ല. തൻ്റെ വയസ്സുകാലത്ത് ഒരു സന്തതിയെ കൊടുത്തു, ഇസ്ഹാക്കിനെ കൊടുത്തു. ആ ഇസ്ഹാക്ക് വളർന്നു പ്രായമായി. ഈ സമയത്ത് ആ ദൈവം വീണ്ടും പറയുന്നു, ആവശ്യപ്പെടുന്നു, നിന്റെ മകനെ, നിന്റെ പ്രിയ മകനെ, നിന്റെ ഓമന കുമാരനെ, നിന്റെ പൊന്നുമോനെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മകലയിൽ കൊണ്ടുപോയി അവിടെ യാഗം കഴിക്കാം. അബ്രഹാം അനുസരിച്ചു, അനുസരിക്കാൻ തയ്യാറായി. പക്ഷേ ദൈവം കൊടുത്തതിനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സായില്ല. ദൈവം തക്ക സമയത്ത് തടഞ്ഞു. അവൻ്റെ വിശ്വാസത്തെ പരിശോധിച്ചു, പരീക്ഷിച്ചു. അതിലവിടെ അബ്രഹാം ജയിച്ചു. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഇയ്യോബിനെ കുറിച്ച് നോക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും. ഒന്നിൻ്റെ 8. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീണ്ടും 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അറിയിച്ചു. ഇവിടെ നോക്കുക, ദൈവമാണ് പറയുന്നത്. നമ്മെക്കുറിച്ച് നാം പറയുന്നതല്ല.
നമ്മെക്കുറിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്നതല്ല, നമ്മെക്കുറിച്ച് സഭയിലുള്ളവർ പറയുന്നതല്ല, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഇതേ പ്രസംഗം ഞാനല്ല, മറ്റൊരാൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന ഒരാളുടെ കമൻറ്റ് ഓർക്കുമ്പോൾ പലപ്പോഴും ചിരി തോന്നാറുണ്ട്. ദൈവം നിന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് ചോദ്യത്തിന് അയാളുടെ മനസ്സിൽ പറഞ്ഞതല്ല, പക്ഷെ അത് പുറത്തേക്ക് കിട്ടുപോയി. അതുകൊണ്ട് അടുത്തിരുന്നയാൾ കേട്ടു, നിന്നെ പോലെ കൊള്ളരുതാത്തവനും വിവരദോഷിയും ദുഷ്ടനും. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് പറയാൻ തുടങ്ങി എങ്ങനെയാണോ പറയേണ്ടത്? ഇതിനു വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ ഈ പുസ്തകം വായിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ ഇത് കേട്ടത്? നേരുള്ളവനായിരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? നാം നേരുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം നേരുള്ളവരല്ല എങ്കിൽ അതിനെക്കുറിച്ച് ദൈവം നമ്മെക്കുറിച്ച് ദുഃഖിക്കുന്നവരായിത്തീരും. നേരുള്ളവനും നിഷ്കളങ്കനായിരിക്കേണ്ട, കളങ്കമില്ലാത്തവനായിരിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിഷ്കളങ്കത ശിശുക്കളിലാണുള്ളത്. ആ ശിശുക്കളുടെ നിഷ്കളങ്കതയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മുടെ മനസ്സിലെ ചിന്തകളെ ഒന്ന് കൂട്ടി നോക്ക്. ആദ്യം നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ശ്വാസം നിന്നുപോയാൽ പിന്നെ നാം ഒന്നുമല്ല. ഈ ശ്വാസത്തിൻ്റെ ഉടയവൻ ആദ്യം നിലത്തെ പൊടിയിൽ നിന്നും മണ്ണുകൊണ്ട് മനുഷ്യൻ്റെ രൂപമുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയവൻ ഈ ജീവശ്വാസം തിരിച്ചു എടുക്കുമ്പോൾ പിന്നെ നാം എന്താ? ഒന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ദിവസങ്ങൾ വളരെ തുച്ഛമാണ്. ഈ തുച്ഛമായ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിഷ്കളങ്കതയോടെ ദൈവം മുൻപാകെ നടക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ആ കാരണത്തെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അനുസരിച്ച് ആചരിച്ച് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ ഏൽപ്പിച്ച ആ കൽപ്പനകളിലേക്ക് തിരിഞ്ഞ് അവൻ്റെ വഴികളിൽ കൂടി നടക്കാൻ, ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടപ്പാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? വചനത്തെ അനുസരിക്കായിക തന്നെ. കേൾക്കുന്നു എന്ന ഭാവം മാത്രം, ചെയ്യുന്നു എന്ന ഭാവം മാത്രം, പ്രാർത്ഥിക്കുന്നു എന്ന ഭാവം മാത്രം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വടക്കം പറവൂരിൽ ആ കൊട്ടയ്ക്കാവ് പള്ളിയുടെ പരിസരത്ത് മുഴുവൻ കത്തോലിക്കരുടെ വീടുകൾ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഏറ്റവും ഇളയ ചാച്ചൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, റോഡിൽ കൂടെ നടക്കും. അപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും 7 മണിക്കുള്ള പള്ളിയിലെ മണി അടിക്കുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും പ്രാർത്ഥന തുടങ്ങും. പട്ടായിങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ എന്നും പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 1/4 മണിക്കൂർ നേരത്തേക്ക് പ്രാർത്ഥന തന്നെയാണ്. ഇവരാരും പ്രാർത്ഥിക്കുകയല്ല, എഴുതി അച്ചടിച്ച് കയ്യിൽ വച്ചിരിക്കുന്നത് വായിച്ചു തീർക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പല വിധത്തിലുള്ള സംസാരങ്ങളുണ്ട്, പല വിധത്തിലുള്ള ഇതുണ്ട്. പക്ഷെ അതല്ല ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്നത്. നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നീയുമായി ബന്ധപ്പെടുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നീ ദൈവത്തോട് എന്ത് പറയുന്നു, നിന്റെ ഹൃദയം ദൈവത്തോട് എന്ത് പറയുന്നു, നിന്റെ മനസ്സ് നിന്റെ ദൈവത്തോട് എന്ത് ചോദിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. വെറുതെ ഒരു ഞായറാഴ്ച പകൽക്കാലം വന്നു, വെറുതെ കുത്തിയിരുന്നു, വെറുതെ കുറച്ചു നേരം കേട്ടിരുന്നു, എന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു സംസാരിച്ചു പോയി. ആ വിധത്തിലാകരുത്. അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവേഷ്ടം, ദൈവം പറഞ്ഞത് അനുസരിച്ചു, അവൻ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, പറഞ്ഞത് അനുസരിച്ചു. നമുക്ക് പറയുന്നത് അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? നാം ആരാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മൂലം അനുതപിച്ചതായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയും. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഇവനെ സൃഷ്ടിച്ചത് മൂലം അനുതപിച്ചു. ഇന്ന് ദൈവം അനുതപിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും വല്ല പുസ്തകമൊക്കെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഇരുന്നുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങും, ലേഖനമൊക്കെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം ചിന്തിച്ചതാണ്, ഇന്ന് ദൈവം എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ഇവന് വേണ്ടി എൻ്റെ പുത്രൻ്റെ രക്തം ചെലവാക്കിയത് പാഴായിപ്പോയല്ലോ എന്നല്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഞെട്ടി, ദൈവമേ, ഈ ഗതി എനിക്കുണ്ടാകരുത്.
ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന യാചന, ആ പ്രാർത്ഥന, എന്നെ സൃഷ്ടിച്ചത് മൂലം എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ യാഗമായി കാൽവറി കൊലക്കളത്തിലേക്ക് അയച്ചത് മൂലം അത് ദൈവത്തിന് നഷ്ടമാകരുത്, ലാഭമായി തീരണം. നാം എത്ര പേർക്ക് ഇത് ചിന്തിക്കാൻ പറ്റും? എനിക്ക് വേണ്ടി ദൈവം ചെയ്തത് ദൈവത്തിന് ലാഭമായി തീരണം. നമ്മുടെ ചിന്താഗതി നേരെ തിരിച്ചാണ്. ദൈവത്തിങ്കൽ നിന്ന് ഞാൻ ലാഭം പ്രാപിക്കണം. ആ ഇത് വിട്ടിട്ട് ദൈവം എന്നെക്കുറിച്ച് ദുഃഖിക്കാൻ ഇടവരാത്ത അവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ നാം നീതിമാന്മാരായി തന്നെ ജീവിക്കണം, വിശുദ്ധനായി ജീവിക്കണം. നമ്മളൊക്കെ പാട്ട് പാടും, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം, കർത്തൻ വരുവതിൻ താമസം ഏറെയില്ല. ഇത് പാടിയത് കൊണ്ടായില്ല, വിശുദ്ധിയെ തികച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടം, അതിനുള്ള ദൈവകൃപ ആർജിച്ച് തൻ്റെ ഇടത്തോടുകൂടി നാം ജീവിക്കേണ്ടിയിരിക്കും. അപ്പോഴാണ് ദൈവകൃപ നമ്മുടെ മേൽ പൊഴിയാൻ തുടങ്ങുന്നത്. ഈ ദൈവകൃപ പൊഴിയുക എന്നൊക്കെ പറഞ്ഞാൽ പലരും ചിന്തിക്കും കുറേ ധനം, കുറേ സമ്പത്ത് വാരിക്കൂട്ടി തരുന്നതാണ് ദൈവകൃപ എന്ന്. അല്ല. ഞാൻ അതിസമ്പന്നനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നു, തിരുവനന്തപുരത്ത് മണ്ണാങ്കോണം എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാനവിടെ ചെന്ന് അയാളുടെ കാർ പോർച്ചിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്നോളം ഉയരത്തിൽ ഗ്രാമ്പൂ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഗ്രാമ്പൂ, പച്ച ഗ്രാമ്പൂ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊടുത്ത് കൂട്ടിയിട്ടിരിക്കുക. പിറ്റേ ദിവസം മുതൽ പണിക്കാർ നിന്ന് ഉറങ്ങി. ലക്ഷങ്ങൾ രൂപ വില വരുന്ന ഗ്രാമ്പൂ. ഇത്രയും വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മുൻപിലേക്ക് അവരുടെ തീന്മേശയിൽ ചെന്നിരുന്നപ്പോൾ എൻ്റെ മുൻപിൽ വിവിധങ്ങളായ ഭക്ഷണങ്ങളൊക്കെ നിരന്നു. അയാളും അയാളുടെ ഭാര്യയും അയാളുടെ മൂത്ത മകനും അവരും എന്നോടൊപ്പം ഊണ് കഴിക്കാനിരുന്നു. ഇവർക്കെല്ലാവർക്കും ഓരോ ത്രേശമുള്ള പാത്രത്തിൽ ഒരു ശൈലിച്ച ഗോതമ്പ് കഞ്ഞി, അതും ഉപ്പ് ചേർക്കാം. അവർക്ക് എന്ത് സൗഭാഗ്യമാണുള്ളത്. എനിക്ക് കിട്ടിയ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കിതൊന്നും കഴിക്കാൻ പറ്റില്ലേ? അപ്പോൾ ആ മൂത്ത മകൻ്റെ മകൻ പറഞ്ഞു, അപ്പച്ചനും അമ്മച്ചിക്കും എന്താ വയറ് നിറച്ച് ഗുളിക ഇഷ്ടം പോലെ തിന്നാൻ 3 നേരവും. രോഗം വിലയ്ക്ക് വാങ്ങുകയാണ് മനുഷ്യൻ. രോഗങ്ങളും ദുഃഖങ്ങളും വിലയ്ക്ക് വാങ്ങുന്ന മനുഷ്യനാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നത്. എന്തുകൊണ്ട്? ദൈവത്തെ വിട്ടിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോകാനുള്ള വ്യഗ്രത. ആരെന്തു പറഞ്ഞാലും ശരി കൂട്ടാക്കാത്ത വ്യഗ്രത. ദൈവം പറഞ്ഞത് കൂട്ടാക്കുകയില്ല, സഭ പറഞ്ഞാൽ ഒട്ടും കൂട്ടാക്കുകയില്ല. സഭയുടെ മൂപ്പന്മാർ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്ന ആ പണി. എന്നെ ഒന്ന് ഒഴിവാക്കി തരാവോ എന്ന് ചോദിക്കുന്നത് അത് ഉദാസീനതയല്ല. പക്ഷേ പറ്റില്ല, ദൈവത്തിനും കീഴടങ്ങുകയില്ല, സഭയ്ക്കും കീഴടങ്ങുകയില്ല, ആർക്കും കീഴടങ്ങുകയില്ല. ഇങ്ങനെ കീഴടങ്ങാത്ത ഒരു വൃത്തികെട്ട ജീവിതം, ഒരു വൃത്തികെട്ട ജന്മം, ഈ ജന്മമായി തീരരുത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ. രക്ഷിക്കപ്പെട്ടവനോട് ദൈവത്തിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വചനത്തിൽ കൂടി. വിശ്വസ്തയോടെ ജീവിക്കണം, വിശുദ്ധനായി ജീവിക്കണം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. ഇല്ല എങ്കിൽ നോഹയുടെ കാലത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് മൂലം ദൈവത്തിന് അനിഷ്ടം തോന്നിയപ്പോൾ അതുമൂലം ദൈവം അനുതപിച്ചു എന്ന വചനത്തിൽ കാണും. ഇതേ അനുതാപത്തിൻ്റെതായ മറ്റൊരു വേർഷൻ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ ശൗൽ രാജാവിനെ ബെന്യാമീനായിരുന്ന ശൗൽ എന്ന തോൾ മുതൽ മറ്റുള്ളവരെക്കാൾ തോൾ മുതൽ മുകളിലേക്ക് പൊക്കം കൂടിയ, ഉയരം കൂടിയവനായ, ശക്തനായ, ബലിഷ്ഠനായ, സമ്പന്നനായ ശൗലിനെ ദൈവം രാജാവാക്കിയത് മൂലം ദൈവം ദുഃഖിച്ചു. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന അനേകരെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ചിന്താഗതി ഇങ്ങനെയാണോ? ഒരിക്കൽ തമാശയ്ക്ക് വേണ്ടിയിട്ടോ എന്തോ ഒരു തമാശയുടെ പേരിൽ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ പുറത്ത് വെച്ച് 2-3 സഹോദരന്മാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോകും. അപ്പോൾ അടുത്ത് നിന്ന സഹോദരൻ ചോദിച്ചു, പിന്നെ എന്നേച്ച്. അപ്പോൾ ഈ രണ്ടാമത്തവൻ പിന്നെ എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തവൻ ചോദിച്ചോടൂ,
താൻ സ്വർഗത്തിൽ ചെന്ന സ്വർഗത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ കേട്ടു നിന്നവർ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഇവൻ വിശ്വാസിയാണെന്നാണ് പേര്, ഇവൻ സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവരുടെ ജീവിതം എത്ര മോശമായിരിക്കും? അതാണോ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നാം ദൈവം നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നിങ്ങളെ ഇവിടെ ആക്കിയത് മൂലം ദൈവം ദുഃഖിക്കുന്നുവോ? നമ്മുടെ പാട്ടും പ്രാർത്ഥനകളും വായനയും പ്രസംഗവും ദൈവത്തിന് പ്രസാദകരമാകുന്നുവോ? നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള നിരൂപണങ്ങൾ ദൈവത്തിന് പ്രസാദകരമാകുന്ന കാര്യങ്ങളാണ്? അല്ല എങ്കിൽ നാം ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട്, ഇവിടെ കടന്നു വരുന്നത് കൊണ്ട് ഒരു പ്രയോജനവും. ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു? ദൈവം നാം ഓരോരുത്തരെ കുറിച്ചും എന്താഗ്രഹിക്കുന്നു? അതാണ് നാം നോക്കേണ്ടത്. അതിന് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ മാർഗരേഖയുണ്ട്. ഈ മാർഗരേഖയിൽ കൂടിയാണ് കടന്നു പോകേണ്ടത്. മറ്റുള്ളവർ പറയുന്നതല്ല ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവർ പലതും പല വിധത്തിലും പ്രസംഗിക്കുന്നവരുടെ പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യമല്ല, വളരെ തമാശ തോന്നും. ആ വിധത്തിൽ പ്രസംഗിച്ച് ജനത്തെ അവരുടെ പിടിയിലാക്കി അവരുടെ നിയന്ത്രണത്തിന് കീഴിലാക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം, ഒരു പ്രത്യേക പ്രവർത്തന രീതിയാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് കാണുന്നത്. നാം അങ്ങോട്ടല്ല പോകേണ്ടത്. നമുക്കൊരു വേദപുസ്തകമുണ്ട്, നമുക്കൊരു ന്യായപ്രമാണമുണ്ട്, നമുക്കൊരു നിയമമുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്ക് ദൈവമുണ്ട്. ഈ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു? ദൈവം നിങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു? ചിന്തിച്ചിട്ടുണ്ട്? എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ എന്ന് നാം പാടാറുണ്ട്. എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ എന്ന് നാം പറയാറുണ്ട്. പക്ഷെ അത് പറയുന്നതോടുകൂടി പാടുന്നതോടുകൂടി തീർന്നു, പിന്നെയില്ല. അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചപ്പോൾ അതിനു മുൻപ് ലോകത്തിലുള്ള സകല മനുഷ്യനെയും സൃഷ്ടിച്ചത് മൂലം അനുതപിച്ച ദൈവം അതിനെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ ശൗവലിനെ രാജാവാക്കിയ ദൈവം ഇപ്പോൾ രാജാവാക്കിയത് മൂലം ദുഃഖിക്കുന്നു. എന്തുകൊണ്ട്? യാഗങ്ങളെക്കാളും സർവാംഗ ഹോമയാഗങ്ങളെക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നതാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് എന്ന് അവിടെ ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്. യാഗത്തെക്കാളും മറ്റുള്ള എല്ലാ പ്രവൃത്തികളെക്കാളും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ വിട്ടുപോയ, മടി കാണിച്ച അല്ലെങ്കിൽ അനാസ്ഥ കാണിച്ച ശൗവലിനെ രാജാവാക്കിയത് മൂലം ദൈവം ദുഃഖിച്ചു. അപ്പോൾ ഇവിടെ ശൗവലിനെ രാജാവാക്കിയത് മൂലം, വലിയവനാക്കിയത് മൂലമാണ് ദൈവം ദുഃഖിച്ചത്. ഇനിയും ദൈവത്തിന് അസഹ്യമായ കാര്യങ്ങൾ പലതും ചെയ്ത ചിലരെ കുറിച്ച് വചനത്തിൽ പറയുന്നു. പക്ഷേ ദൈവേഷ്ടം എന്ന നിലയിൽ ഒരാൾ ഒരു കാര്യം പ്രവർത്തിച്ചു. അബീനാദാബിൻ്റെ വീട്ടിലിരുന്ന ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയിട്ട് അവിടെ നിന്ന് യുദ്ധം ചെയ്ത് തൽക്കാലത്തേക്ക് അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അവിടെ പെട്ടകം ഇരുന്ന ഭവനത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഈ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക്, കൂടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് രാജാവായ ദാവീദിന് മോഹം തോന്നി. ദാവീദ് ലേവ്യരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ദൈവത്തിൻ്റെ പെട്ടകം എടുത്ത് പുതിയ വണ്ടിയിൽ വെച്ചു. പുതുതായി പണിയെടുപ്പിച്ച വണ്ടിയിൽ ദൈവത്തിൻ്റെ പെട്ടകമാണ് വയ്ക്കുന്നത്. അത് പുതിയതായി ഉണ്ടാക്കിയ പെട്ടിയിലേക്ക് വെച്ചു. ഈ പെട്ടിയിൽ വെച്ച് പോകാൻ തുടങ്ങി. ജനം ആർപ്പുളിയോടുകൂടി ഇത് സ്വീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കാള വിരണ്ടു, പെട്ടകം ചിരിഞ്ഞു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഉഷ പെട്ടകം മറിഞ്ഞു വീഴാതിരിക്കാൻ കൈ നീട്ടി പിടിച്ചു. അവൻ്റെ കൈ വരണ്ടുപോയി, അവനെ ഛേദിച്ചു. ഇത് ദാവീദിന് വ്യസനമായി തീർന്നു. ചെയ്യരുതാത്തത് ചെയ്താൽ,
ചെയ്യേണ്ടാത്തത് ചെയ്താൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവസഭയ്ക്കുള്ളിൽ ചിലർക്കല്ല എല്ലാവർക്കും സഭയ്ക്ക് മൊത്തത്തിൽ വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ, ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ അത് ഉറപ്പിക്കുന്ന വിധത്തിൽ ശ്രദ്ധയോടുകൂടി ജീവിക്കണം. ഇല്ലെങ്കിൽ ചില കാളകളൊക്കെ വിരണ്ടെന്നിരിക്കും. കാള വിരണ്ടാൽ വിരണ്ട സ്ഥാനത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ കൈനീട്ടി എത്തിപ്പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ എത്തിപ്പിടിച്ചാൽ അവിടെയും ദുഃഖമുണ്ടാകും. അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുപോയപ്പോൾ ഇതിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് വരുമ്പോൾ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ദാവീദ് ചെയ്തു. കണക്ക് നോക്കി എണ്ണമെടുത്തു. ജനത്തിൻ്റെ എണ്ണമെടുത്തിട്ട് തൻ്റെ ശക്തിയുടെ ആഴം എത്രയാണെന്ന് ദാവീദ് കണക്കാക്കി നോക്കി. അവിടെയാണ് പ്രശ്നമുണ്ടായത്. ദൈവത്തിനെതിരായി നാം എന്ത്, എപ്പോൾ, എവിടെ ചെയ്താലും, ഒരു വാക്ക് സംസാരിച്ചാൽ പോലും അത് ദൈവം മനസ്സിൽ കരുതി വയ്ക്കും. രക്ഷിക്കപ്പെട്ടവനാണ്, ശിക്ഷയില്ല എന്നുള്ള ചിന്ത വേണ്ട. രക്ഷിക്കപ്പെട്ടവന് നരകം എന്ന ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട്. പക്ഷേ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടും. അത് വാങ്ങിച്ചേ മതിയാവും. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ദിവസം തോറും ദിനം തോറും പുതുക്കി കൊണ്ടു നടക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ ദൈവകോപം നമ്മുടെ മേൽ വസിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും കരുതലോടെ, ഏറ്റവും പ്രയാസത്തോടെ ആയിരിക്കേണ്ടിയിരിക്കും. ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു നോഹ. നോഹയോട് നിനവയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. അവിടുത്തെ ജനങ്ങളുടെ എല്ലാ വഷളത്വങ്ങളും ദൈവം അറിയുന്നവനാണ്. നോഹ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. യോന ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ഈ യോനയോട് പറഞ്ഞു, നീ നിനവയിലേക്ക് പോവുക. പക്ഷേ യോനയ്ക്ക് പോകാൻ ഇഷ്ടമായിരുന്നില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം വചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ ചെന്ന് പ്രസംഗിക്കും, അവരെല്ലാവരും പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടും. എന്നിട്ട് അയ്യോ ദൈവമേ എന്ന് അവരെല്ലാവരും കൂടെ കൈയെടുത്ത് നിലവിളിക്കും. അവരെല്ലാവരും കൂടെ മണ്ണിൽ കിടന്ന് ഉരുണ്ടും ചാരം വാരി നേരത്ത് കിട്ടും ഒക്കെ കൂടെ വലിയ ഉപവസിച്ചും ഒക്കെ കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരോട് ക്ഷമിക്കും. പിന്നെ ഞാൻ പ്രസംഗിച്ചത് എന്തായിപ്പോയി? ഞാൻ മണ്ണനായിപ്പോയി. അത് വേണ്ട എന്ന് യോന തീരുമാനിച്ചിട്ട് നിനവയിലേക്ക് പോകാൻ നേരെ വിട്ടു, തർശീസിലേക്ക്. പക്ഷെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. യോനയെ നീ പറഞ്ഞിടത്താണ് പോകേണ്ടത്, ഇല്ലെങ്കിൽ നിന്നെ വിടില്ല. യോനയെ പിടിച്ചു കെട്ടുവാൻ ദൈവം തീരുമാനിച്ചു. പിടിച്ചു കെട്ടി അവസാനം നിനവയുടെ കടൽപ്പുറത്ത് കൊണ്ടുവന്ന് മീൻ ഛർദ്ദിച്ച് അവിടെ ഇട്ടപ്പോൾ യോനയ്ക്ക് പിടികിട്ടി, സർവശക്തൻ ആയ ദൈവത്തിന് സർവ്വകാര്യങ്ങളും സാധ്യമാകും. ഞാൻ പോയ വഴിക്ക് കൂടെ പോയില്ലെങ്കിൽ എന്നെ അവിടെ കൊണ്ടുവിടാൻ കഴിയും. പിന്നെ നോഹ അവിടെ ചെന്നു. യോന അവിടെ ചെന്നു, നിനവേൽ ചെന്ന് പ്രസംഗിച്ചു. യോന ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർ പ്രസംഗം കേട്ടു, മാനസാന്തരപ്പെട്ടു. ദൈവം മുൻപാകെ അവരുടെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. ദൈവത്തോട് ക്ഷമയ്ക്കായി യാചിച്ചു. ദൈവം ക്ഷമിച്ചു, അവരുടെ അനുതപിച്ചു. ദൈവം അവരുടെ തെറ്റുകളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അനുതാപമാണ് ദൈവത്തിനുണ്ടായത്. ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ അവിടെ തെറ്റുകളിൽ നിന്ന് വിടുവിക്കുവാനുള്ള അനുതാപം ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നോഹ പ്രസംഗിച്ചു. പെട്ടകമുണ്ടാക്കുന്നത് ജാതികളെല്ലാം കണ്ടു, ജനതയെല്ലാം കണ്ടു. എല്ലാവരും കണ്ടിട്ടും പ്രസംഗം കേട്ടിട്ടും അവിടെ മാനസാന്തരത്തിനുള്ള വഴിയുണ്ടായില്ല. നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ നിനവേക്കാർ പ്രസംഗം കേട്ടു. നിനവേക്കാർ പ്രസംഗം കേട്ടു എങ്കിൽ, യോനയുടെ പ്രസംഗം കേട്ടു എങ്കിൽ അവർ മാനസാന്തരപ്പെട്ടു. അവർ ദൈവത്തോട് അപേക്ഷിച്ചു. അവർ കരഞ്ഞു, നിലവിളിച്ചു, ഞങ്ങളെ നശിപ്പിച്ചു കളയരുതേ. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവരെ വിടുവിച്ചു. ദൈവം നമ്മെക്കുറിച്ച് അനുതപിക്കുന്നുവോ? അനുതപിക്കുന്നു എങ്കിൽ നാം കേൾക്കുന്ന വചനത്തിലൂടെ നമ്മെ ഒന്ന് ശോധന ചെയ്യാൻ കഴിയുമോ? ദൈവം നാളെ എന്നെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? നശിപ്പിച്ച് കളയണമോ?
ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്ന വിധത്തിലാക്കി തീർക്കണമോ? ഏതാണ് നാം ആഗ്രഹിക്കേണ്ടത്? നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ ഇഷ്ടം എന്താണ്? ദൈവത്തിന് വേണ്ടി ആയിത്തീരേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി കൊലക്കളത്തിലേക്ക് അയച്ചത്. അവിടെ ചിന്തപ്പെട്ട രക്തത്താലുള്ള വിശ്വാസം മൂലം ആ രക്തം എനിക്ക് വേണ്ടിയിട്ടും കൂടി എന്ന എൻ്റെ വിശ്വാസം മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടു. ആ രക്തത്തെ വിലമതിക്കുന്നു എങ്കിൽ, ആ രക്തത്തിന് വില കൊടുക്കുന്നു എങ്കിൽ, ആ രക്തത്തിന് ദൈവത്തോട് നന്ദി പറയുന്നു എങ്കിൽ, വെറുതെ വാ കൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവൃത്തി കൊണ്ട് കാണിക്കണം. ആ പ്രവൃത്തി കൊണ്ട് കാണിക്കുമ്പോൾ നാം ഏത് വിധത്തിലായിരിക്കും? നമ്മളൊക്കെ പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവും പഠിപ്പിച്ചു, എൻ്റെ കടക്കാരോട് ഞാൻ ചെയ്തതുപോലെ എനിക്കും ചെയ്തു തരണം. ഞാൻ എന്ത് ചെയ്തുവോ അതുപോലെ എനിക്കും ചെയ്തു തരിക. ഞാൻ ചെയ്തത് എനിക്ക് മടക്കി തരിക. ഹിസ്കിയാവ് പറഞ്ഞതും അത് തന്നെയാണ്. അയ്യോ യഹോവേ, ഞാൻ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദകരമായത് ചെയ്തു. നീതിയോടും വിശുദ്ധിയോടും കൂടെ നിന്റെ മുൻപാകെ നടന്ന് നിനക്ക് പ്രസാദകരമായത് ഞാൻ ചെയ്തു. അതിപ്പോൾ നീ കേൾക്കണം. ദൈവം അപ്പോൾ തന്നെ കേട്ടു, അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. നാം പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ചെയ്തതുപോലെ എനിക്കും ചെയ്തു തരിക. എങ്ങനെയിരിക്കും? അതിന് കർത്താവ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു കഥ, ഒരു യജമാനന് 100 നാണയം കടംപെട്ട ഒരു മനുഷ്യൻ ചെന്ന് ആവലാതി പറഞ്ഞപ്പോൾ ശരി, അവനത് ഇളച്ചു കൊടുത്തു. അവൻ വലിയ സന്തോഷത്തോടു കൂടി മടങ്ങി വരുമ്പോൾ 10 നാണയത്തിന് കടംപെട്ട ഒരുത്തിനെ വഴിയിൽ കണ്ടു. അവൻ്റെ കൊങ്ങയ്ക്ക് വിളിച്ചു, എൻ്റെ കാശ് വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവനെ പീഡിപ്പിച്ചു. ഇതറിഞ്ഞ യജമാനൻ അവനെ തിരിച്ചു വിളിച്ചിട്ട്, 100 ഞാൻ നിനക്ക് ഇളവ് ചെയ്തു തന്നു, പക്ഷെ നിനക്ക് 10 ഇളവ് ചെയ്യാൻ മനസ്സുണ്ടായില്ല. പിന്നെ ശിക്ഷയാണ് കൽപ്പിച്ചത്. നാം ഏത് വിധത്തിലുള്ളവരായിരിക്കും? നാം ആരാ? ഞാൻ ആരാ? ദൈവം മുൻപാകെ ഇരിക്കുവാനുള്ള എനിക്കുള്ള യോഗ്യത എന്താ? ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ചെയ്യുന്നവനാണോ? ദൈവമേ, നിന്റെ ഇഷ്ടം എന്നിൽ വരട്ടെ, ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്നെ ഉദ്യമിപ്പിക്കണമേ, ഞാൻ ചെയ്യാം എന്ന തീരുമാനം നമുക്കുണ്ടോ? നമുക്കെല്ലാവർക്കും നമ്മുടേതായ ചില തീരുമാനങ്ങളാണ്. പിന്നെ ചില ഉപദേശിമാർ പറയും പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെ, ദൈവേഷ്ടമായാൽ, ചില കല്യാണക്കുറിയുടെയൊക്കെ മുകളിൽ കണ്ടിട്ടുണ്ട്, ദൈവേഷ്ടമായാൽ. ഇവിടെ ഇഷ്ടം തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം ദൈവത്തിന് വെച്ചു കൊടുത്തിരിക്കുന്നത് ദൈവേഷ്ടമായാൽ. ആദ്യം ദൈവേഷ്ടമായാൽ ചിന്തിച്ചില്ല. ഇന്ന് ദൈവേഷ്ടമായാൽ എന്നല്ല, ദൈവമേ നീ എന്നിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറയാൻ നമുക്ക് തീരുമാനമുണ്ട്. അതില്ലാത്തയിടത്തോളം കാലം നോഹയ്ക്ക് ലഭിച്ച ദൈവകൃപ നമുക്ക് ലഭിക്കുകയില്ല. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം നമുക്ക് ലഭിക്കുകയില്ല. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യം നമ്മെക്കുറിച്ച് പറയുകയില്ല. നമ്മെക്കുറിച്ച് എന്ത് സാക്ഷ്യമാണ് പറയുന്നതെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചു. ആ ഒരു സാക്ഷ്യമാണോ നാം കേൾക്കേണ്ടി വരുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും? തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്കാണോ യാത്ര? അതിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് ഇത്രത്തോളം ഈ ദൈവം മുൻപാകെ നിന്നതും നടന്നതും? നമുക്കൊരു നിത്യതയുണ്ട്, ഒരു രക്ഷാമാർഗമുണ്ട്, ഒരു രക്ഷാസന്നിധിയുണ്ട്. അങ്ങോട്ടാണ് നാം പോകേണ്ടത്. അതിന് നീതിയോടെ, നേർമയോടെ, വിശ്വസ്തയോടെ ദൈവം മുൻപാകെ ആയിരിക്കേണ്ടി. ഇല്ല എങ്കിൽ ദൈവം അനുതപിക്കുവാനിടയായിത്തീരും, ദൈവം ദുഃഖിപ്പാനിടയായിത്തീരും. ഇവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് മൂലം, ഇവൾ രക്ഷയിലേക്ക് വന്നത് മൂലം എനിക്ക് മനസ്താപമായിരിക്കുന്നു എന്ന് ദൈവം നമ്മെക്കുറിച്ച് പറയുവാനിട വരുമോ? ആ ദൈവം നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും? എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവനെ എന്ന് വിളിക്കുമോ? അതോ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന പ്രസ്താവനയാണോ ദൈവം നമ്മുടെ നേരെ ചോദിക്കാനിടയാകുന്നത്? അതോ എനിക്ക് വേണ്ടി
ജീവനെ വെച്ചു കൊടുത്ത എൻ്റെ പ്രിയനെ, ഇവിടെ കയറി വരുവീനെന്ന ദൈവ ശബ്ദം കേൾ. പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവീനെന്ന ദൈവ ശബ്ദം കേൾ. പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലമുയരമാഴമപ്രമേയമേ, അതിനുള്ള അകലമുയരമാഴമപ്രമേയമേ. ഈ അപ്രമേയമായ ദൈവസ്നേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ കയറി വരുവീൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മിൽ യോഗ്യതയുണ്ടോ? നാം അതിനൊരുങ്ങിയിട്ടുണ്ട്. ഇല്ല എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇപ്പോഴതിനുള്ള സമയം. കർത്താവ് വരാറായി എന്ന് പറയേണ്ട, കർത്താവ് വന്നോളൂ. പക്ഷേ നാം ഒരുക്കത്തിലാണ്. ഇപ്പോൾ വന്നാൽ റെഡിയാണ്. ഇപ്പോൾ വന്നാൽ റെഡിയാണ് എന്ന് പറഞ്ഞാൽ പോരാ. തൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തം നമുക്കായി തന്നതിനാൽ നമ്മെ ഓർത്ത് അനുതപിക്കുന്ന, ദുഃഖിക്കുന്ന ദൈവമാണോ നിങ്ങളുടെ മുൻപിലുള്ളത്? അതോ നമുക്ക് വേണ്ടി എന്തും തരുവാൻ, ഇനിയും തരുവാൻ തയ്യാറായിട്ടുള്ള ഒരു ദൈവത്തെ, സ്നേഹവാനായ ദൈവത്തെയാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ പ്രവൃത്തി മൂലം കോപിച്ചിരിക്കുന്ന ദൈവമാണോ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ കാണുന്നത്? അതോ നിങ്ങളുടെ പ്രവൃത്തി മൂലം, നല്ല പ്രവൃത്തികൾ മൂലം നിങ്ങളുടെ നേരെ സഹതാപത്തോടെ നോക്കി, സ്നേഹത്തോടെ നോക്കുന്ന ഒരു ദൈവമാണോ നിങ്ങളുടെ മുൻപിലുള്ളത്? തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ എവിടെയായിരിക്കുന്നു? നിങ്ങൾ എന്തായിരിക്കുന്നു? നിങ്ങളെ ഓർത്ത് ദൈവം അനുതപിക്കുന്നുവോ? അതോ നിങ്ങളെ ഓർത്ത് ദൈവം സന്തോഷിക്കുന്നുവോ? എന്നോട് കർത്താവേ കർത്താവേ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. കുറേ നേരം കർത്താവേ കർത്താവേ എന്ന് പറയുന്നതുകൊണ്ട് കർത്താവോട്ട് പ്രസാദിക്കാനും പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നാം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടോ? പിതാവായ ദൈവത്തെ അറിയുന്നുണ്ടോ? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോൾ തയ്യാറെടുക്കുക, ഇപ്പോൾ ഒരുങ്ങുക. പൗലോസ് അപ്പോസ്തലൻ ഹൃദയഭേദകമായ വിധത്തിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട്, ഒരു വാക്യം. അതിങ്ങനെയാണ്: ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കാനായിട്ടാണ് നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്, മറ്റൊന്നിനുമല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാരണം ദൈവസന്നിധിയിൽ നാളെ എത്തപ്പെടുമ്പോൾ, അവിടെ കണക്ക് നോക്കുമ്പോൾ നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാത്തവനുള്ള ഇടത്തേക്കല്ല നിങ്ങൾ പോകേണ്ടത്. പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് കടന്നു ചെല്ലുന്നത്. പ്രതിഫലം കിട്ടുന്നത് പണിയെടുത്തവനാണ് പ്രതിഫലം, അല്ലാത്തവന് പ്രതിഫലമില്ല. അതുകൊണ്ട് നാം നമ്മുടെ നടപ്പ്, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വിശുദ്ധി, നമ്മുടെ ചിന്ത എല്ലാം ദൈവഹിതപ്രകാരമാണോ എന്ന് ഈ പകൽക്കാലം ഇപ്പോൾ ഒന്ന് ചിന്തിക്കുക, പരിശോധിക്കുക. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ദൈവമേ ക്ഷമിക്കണമേ, ഞാനിതാ മടങ്ങി വരുവാൻ എന്നെ അനുവദിക്കണമേ. ആ ചിന്ത നമ്മിൽ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. ഇല്ല എങ്കിൽ ദൈവം നമ്മെ ഓർത്ത് അനുതപിച്ചുകൊണ്ടിരിക്കുന്നു. നശിപ്പിച്ച് കളയാൻ വേണ്ടി തന്നെ അനുതപിക്കുകയാണ്. അനുദപിച്ചാൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കൂടുതൽ മൂലം ദൈവം നശിപ്പിക്കും. ഇയ്യോബിനെക്കുറിച്ച് എല്ലാവരും പറയും, എപ്പോഴും പറയും. പക്ഷേ ഇയ്യോബിനെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു, നമ്മെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കൊടുത്തു. നമുക്കെന്ത് കിട്ടും? നമുക്ക് അവന് കൊടുത്തു എന്ന് ഈ പരദൂഷണം പറയാനല്ലാതെ, അല്ലെങ്കിൽ മോഹചിന്ത പറയാനല്ലാതെ, അത് എനിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആ താല്പര്യത്തോടു കൂടിയാണോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്? നമ്മെ വിശുദ്ധിയിലേക്ക് കൈപിടിക്കുവാൻ കൈനീട്ടിയ ദൈവം ഇന്ന് അത് മൂലം ദുഃഖിക്കുന്നുവോ? നമ്മുടെ ഹൃദയങ്ങളോട് നമുക്കൊരു നിമിഷം, ഒരു സെക്കൻഡ് സമയം ഒന്ന് ചിന്തിച്ച് തിരിച്ചു നോക്കാം. അത് ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും, എന്നെ അതിനായി ഒരുക്കണമേ. ഈ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിപ്പാനിടയാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് നന്ദി.